ഇത് ഈ ലോക എന്ന് പറയുമ്പോ ഉണ്ടല്ലോ ഒരുപാട് അഭ്യൂഹങ്ങൾ, ഒരുപാട് ക്യാമിയോടെ ഡൗട്ടുകൾ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഈ ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്ന കഥകളിൽ ചിലതിൽ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടിട്ടില്ലെങ്കിലും യു ക്യാൻ ഈസിലി വാച്ച് ദി സെക്കൻഡ് വൺ അല്ലെങ്കിൽ തേർഡ് വൺ. ലോകത്തിൽ ഏത് ടൈപ്പ് ഓഫ് മൂവിയാ? അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അതിൽ ആരൊക്കെയാണ് ചെയ്യുന്നതെന്നോ. പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ദേവൻ ചേട്ടന്റെ മകള് ഇതേപോലെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന. അപ്പൊ നേരെ വന്ന് എന്റെ മടി കയറിയിരുന്നു. ഞങ്ങള് ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. സിനിമ പേരും അറിയില്ല. അപ്പൊ സച്ചിൻ മാത്രല്ലേ? സച്ചിൻ കുട്ടികൾക്കല്ല കൂടുതൽ. തലൈവർ ഫാൻ എന്ന രീതിയിലില്ലേ? ഹൗ വാസ് ഇറ്റ് മീറ്റിംഗ് ഹിം പേഴ്സണലി? ഫാൻ ബൈ മൊമെന്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര തലൈവർ ഫാനാ. തലൈവർ കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഇന്ത്യയിൽ വേറെ ആരും. സലിംകുമാർ ചന്തു, നസ്ലിൻ, അരുൺ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. ലോക ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ടീസർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടിട്ട് സംഭവം കിട്ടുമായിരുന്നു. അപ്പൊ ആദ്യമേ തന്നെ ഗുഡ് ജോബ്, നല്ല രസമുണ്ട്. കാരണം ആദ്യം നമ്മൾ പോസ്റ്റർ ഒന്നും കണ്ട ഒരു ഫീലേ അല്ല, വേറെ ഒരു ലെവലിലേക്ക് പോയ പോലെ തോന്നി. ഭയങ്കര രസമുണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ട്. ഈ ടീസർ ഇറങ്ങി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കിട്ടിയ റിവ്യൂസ് എന്തൊക്കെയായിരുന്നു? എല്ലാം ഇതേപോലെ നല്ല നല്ല അഭിപ്രായം പറഞ്ഞത്. എല്ലാവർക്കും തന്നെ എല്ലാവരും ഞെട്ടി. ഇങ്ങനത്തെ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നതിലും മേളിലാണ് അതിന്റെ ക്വാളിറ്റി ഉള്ളത്. അതിന്റെ ക്രെഡിറ്റ്സ് അരുൺ ചേട്ടനും നിമിഷ് ബംഗ്ലാൻ ചേട്ടൻ, ഇതിന്റെ ഹോൾ ടീം, ലോക ടീം അവർക്കുള്ളതാണ്. അപ്പോൾ അത് സിനിമയിലും സിനിമ ത്രൂ ഔട്ട് ഈ സിനിമ ഒരു നല്ല ക്വാളിറ്റിയിൽ തന്നെ മേക്ക് ചെയ്യാൻ അവർ പരമാവധി അവരുടെ 100% ഇട്ടിട്ടുണ്ട്. ഞങ്ങളും അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ വരട്ടെ. How excited are you? ഞാൻ ഇതിന്റെ അധികം കണ്ടിട്ടില്ല. ഇതിന്റെ ഡബ് ഇല്ല, ഫൈനൽ ഔട്ട് മൊത്തത്തിൽ സിനിമയായിട്ട് കണ്ടിട്ടില്ല. അവിടെ ഇവിടെ ഡബ് ചെയ്തപ്പോഴും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ടീസറിന്റെ റെസ്പോൺസ് ഭയങ്കരമായിട്ട് ഞങ്ങളെ ഞെട്ടിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് മൊത്തം സിനിമ വരാൻ തീർച്ചയായിട്ടും ഞാൻ ആസ് എ പ്രേക്ഷകൻ ഞാനും കാത്തിരിക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അതെ അതെ അതെ. അത് ജെയ്ക്ക് സേട്ടന്റെ മ്യൂസിക് ഒക്കെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽസും അതെല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങള് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത്രയും പണിയെടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ ആർട്ടാണെങ്കിലും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കോസ്റ്റ്യൂം എല്ലാവരും, മേക്കപ്പ് റോണക് സെട്ടൻ, ഓഫ് കോഴ്സ് മൊത്തം ടീം നല്ലപോലെ പണിയെടുത്തിട്ടുള്ള. എല്ലാ സിനിമയ്ക്കും അതിന്റേതായ വർക്ക് ഉണ്ട്, ഹാർഡ് വർക്ക്. കല്യാണിയുടെ ലുക്ക് ഒക്കെ നല്ല രസമുണ്ട്, നല്ല രസമുള്ള ലുക്ക്. ഇതിന്റെ നമുക്ക് ഫസ്റ്റ് ലോഗയെ കുറിച്ച് നമ്മൾ കാണുന്നത് ഇതിന്റെ നിങ്ങളുടെ പൂജാ ഫംഗ്ഷൻ ആണ് ലാസ്റ്റ് സെപ്റ്റംബറിൽ. അതിന്റെ ഷോർട്സും ഇതൊക്കെയാണ്. നിങ്ങളുടെ ഫസ്റ്റ് മെമ്മറി ഓഫ് ലോഗ എന്തായിരുന്നു? ഐ സ്റ്റാർട്ട് വിത്ത് യു. ഫസ്റ്റ് മെമ്മറി ഓഫ് ലോഗ ഡൊമിനിക്കേട്ടനും നിമിഷവും എൻ്റെ കഥ പറയാൻ വന്ന അതാണ് എൻ്റെ ഫസ്റ്റ് മെമ്മറി. ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങാതെ കേട്ട കഥയാണ്. അതായത് 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ഒരിടത്ത്, നാളെ കേട്ടാ മതി എന്ന് ചോദിച്ചു. പറ്റില്ല, ഇന്ന് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞു, അത്യാവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു, സ്റ്റാർബക്സിലായിരുന്നു. അവിടെ പോയി ചെന്ന് കഥ കേട്ടു. അത് ഞാൻ 2 ദിവസം ഉറങ്ങാതിരുന്ന് കേട്ടിട്ടും ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ഉറക്കം വന്നില്ല എനിക്ക്. അതാണ് ഞാൻ ആലോചിച്ചു, എന്താണ് എനിക്ക് ഉറക്കം വരാതിരുന്നത്. അപ്പൊ കൊള്ളാം പരിപാടി, അതാണല്ലോ എനിക്ക് ഉറക്കം വരാതിരുന്നത്. ഞാൻ ഒബ്വിയസ്ലി ഇരുന്ന് ഉറങ്ങും. അപ്പൊ അത് തന്നെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ക്യാരക്ടറും രസമുണ്ട്. പടം വേറൊരു പരിപാടിയാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്, എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ഫസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അവര് വന്ന് കഥ കേട്ട് അത് അതായിരുന്നു. വാട്ട് ആർ യു ഇൻ ദിസ് പറയാൻ പറ്റുമോ? ഞാനൊരു MBBS സ്റ്റുഡന്റ്. ഓ, ലോയിൽ നിന്ന് നേരെ MBBSലേക്ക്. എന്റെ അച്ഛൻ ആഗ്രഹം അതായിരുന്നു, ഡോക്ടർ ആക്കണമെന്നായിരുന്നു. അമ്മയ്ക്കും അതായിരുന്നു ആഗ്രഹം. എന്നിട്ട് ഫ്ലൂ പിടിച്ചോ? ഇല്ലില്ല, ഫ്ലൂ ഒന്നും പിടിച്ചില്ല. ഞാൻ എൻട്രൻസ് ഒക്കെ എഴുതി, കിട്ടിയില്ല, അതുകൊണ്ട് പോയില്ല. അല്ല, മറ്റേ സരോജ് കുമാർ ഫ്ലൂ പിടിച്ചു.
ഇനി അടുത്ത് ഈ ലോക ഇറങ്ങി കഴിഞ്ഞിട്ടേ ലോക പോയി തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇതുപോലെ മൈക്കുമായിട്ട് നമ്മുടെ ഓൺലൈൻ ടീം വരുമല്ലോ. അപ്പൊ അവരുടെ അടുത്ത് പറയണേ ഏത് സിനിമയിലെ ഡയലോഗാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? അത് ഞാനത് അപ്പൊ പറഞ്ഞാലല്ലോ അതിനൊരു എന്റെ ഞാനത് ഷോർട്സ് കാണാട്ടോ. ഞാനിത് ആദ്യം കാണുമ്പോണ്ടല്ലോ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ പറയുന്നത്. എന്റെ വരവും പോക്കും ഒന്നുമല്ലല്ലോ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് എന്തൊരു ഇന്റലക്ച്വൽ ആയിട്ടാണ് ഒരാൾ സംസാരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫീൽ ചെയ്യുന്നത് ഇത് എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. പക്ഷെ എന്നിട്ട് തോന്നല്ലേ പുള്ളി കളിയാക്കാത്. കാരണം ഇത് ലാസ്റ്റ് വരെ ഞാനല്ല താരം, സജിൻ ഗോപുണ്ട് താരം തന്നെ നടന്നങ്ങ് പോവാണ്. പിന്നെയാണ് അത് കഴിഞ്ഞ് അതിനെ കുറിച്ച് ഡിസ്കഷൻ വന്നപ്പോഴാണ് ഓ ഇത് അതാണല്ലേ കുത്തിയിരുന്ന് പഠിച്ചിട്ട് വന്നായിരുന്നു അല്ലേ. Nice, good job, man. Okay, അടുത്തത് what is your first memory of ലോക? ലോകയല്ല, ഞാനും എന്നെ അരുൺ ചേട്ടനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിഖിലയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം നിഖില വിമൽ. അപ്പോൾ ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്തത് വേറൊരു പ്രൊജക്ടിന്റെ ഡിസ്കഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല, മറ്റു പല കാരണങ്ങളാലും. അപ്പോൾ ആ സമയത്താണ് ലോകയെ പറ്റി പറയുന്നതും. അപ്പോൾ ലോക മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കിതിൽ എന്തെങ്കിലും ഒരു ചെറിയ പാർട്ടായാലും മതി എന്നുള്ള തരത്തിലുള്ള അത്രയും എക്സൈറ്റ് ചെയ്യിച്ചു കഥ മൊത്തത്തില്. പിന്നെ അത് അവര് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് അന്ന് തോന്നി. അതിന്റെ മാക്സിമം ഇട്ട് അവര് ചെയ്തിട്ടുണ്ട്. അതിന് മൊത്തം പ്രൊഡക്ഷനും കൂട്ടു നിന്നിട്ടുണ്ട്. അവര് ഭയങ്കരമായിട്ട് വില്ലിങ് ആയിട്ട് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു സിനിമയാണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതാണ് അരുൺ ചേട്ടന് ഹാർഡ് വർക്ക് പേസ് ഓഫ് അല്ലേ. യെസ് അങ്ങനെ ആവട്ടെ. Congratulations to the whole team of പൂക്കാലം. 2 നാഷണൽ അവാർഡ്സ്. ഗുഡ് ജോബ്. നിങ്ങളുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞോ പൂക്കാലം ടീമിന്റെ? ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഗണേശനെ പോയി മീറ്റ് ചെയ്ത് മിഥുൻ എഡിറ്റർ പുള്ളിയായിട്ട്, പിന്നെ കുട്ടേട്ടൻ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കിലാണ്. പുള്ളി ചേട്ടനെ കാണാൻ പറ്റിയില്ല പേഴ്സണലി, പക്ഷെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ പൂക്കാലത്തിന്റെ സമയത്ത് പ്രൊമോഷന്റെ സമയത്തൊക്കെ കുട്ടേട്ടന്റെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആളോട് ചോദിക്കായിരുന്നു എങ്ങനെ ഇത്രയും പ്രായം എന്ന് പറഞ്ഞാൽ കണ്ടാൽ പോലും മനസ്സിലാവാത്ത പോലെ ഭയങ്കര മേക്ക് ഓവർ ആയിരുന്നല്ലോ അതുവരെ. അപ്പൊ ആള് ചെയ്യുന്നതൊക്കെ അങ്ങനത്തെയാണ്. ഇപ്പൊ നമ്മള് റാംജി റാവു ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ അത്ര റാംജി റാവുവിന്റെ ലുക്കൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് ചോദിച്ചപ്പോ പുള്ളി പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ പ്രായമാവാനായിട്ട് ഈ തല മുട്ടയടിക്കുന്നതും ഇവിടെ നിന്ന് മുടി ഇച്ചിരി ഷേവ് ചെയ്ത സെറ്റ്, പുള്ളിയുടെ ഹാർഡ് വർക്ക് നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ നിങ്ങള്. ഹൗ ഇസ് ഇറ്റ്? ഇപ്പൊ എന്തെങ്കിലും ഒരു ഓർമ്മ ഞാൻ ചോദിച്ചാൽ ഒരു മൊമെന്റ് ചോദിച്ചാൽ എന്താ പറയാ പൂക്കാലത്തിന്റെ? എനിക്കൊന്ന് കുട്ടേട്ടന് അത്യാവശ്യം ഒരു 70+ ആയി കാണും ഏജ് വൈസ്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടാണ് പൂക്കാലത്തിലെ ക്യാരക്ടർ അപ്രോച്ച് ചെയ്ത് സമീപിച്ച്. ഗണേശൻ ക്യാരക്ടർ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എന്താ പറയാ, അതിനുവേണ്ടി വണ്ണം പതുക്കെ കുറയ്ക്കുകയും, കാരണം ഈ സ്കിന്നൊക്കെ ഒന്ന് സോഗി പ്രോസ്തറ്റിക്സ് ഉണ്ട്, എന്നാലും പുള്ളിക്ക് നാച്ചുറലി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രിപ്പറേഷൻ. അതിന് നഖം വെളുത്തുകയും ഡയറ്റ് ചെയ്യുകയൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പുതിയ തരം ആക്ടർ ആയതുകൊണ്ട് നമുക്ക് ഇൻസ്പയറിങ് ചെയ്ത് കാണുമ്പോൾ. പിന്നെ എല്ലാ ദിവസവും ഒരു 4 മണിക്കൂർ 3.5 മണിക്കൂർ മേക്കപ്പ് ഉണ്ടായിരുന്നു. കോൾ ടൈമിന് ഒരു 3-4 മണിക്കൂർ മുമ്പേ എത്തണം, എത്ര ലേറ്റ് ആയിട്ട് ഷൂട്ട് കഴിഞ്ഞാലും. അതൊരു വേറെ, നമ്മൾ സീനിയർ ആക്ടറാണ്. കൂട്ടുകാരന് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയത്. ഐ തിങ്ക് ഓൾ ഓഫ് us ആർ ഹാപ്പി. എനിക്ക് പേഴ്സണലി ഫീൽ ബെസ്റ്റ് ആക്ടർ കിട്ടണമെന്നായിരുന്നു. പക്ഷെ ഹാപ്പിയാണ്. കിട്ടിയല്ലോ അല്ലേ, അവാർഡ് കിട്ടിയല്ലോ, ഒരു നാഷണൽ അവാർഡ് ആയല്ലോ. ഈ ഇപ്പൊ ഞാൻ അരുണിന്റെ ഒരു പോസ്റ്റ് ഓർക്കുന്നുണ്ട്, നമ്മുടെ DQന്റെ കൂടെയുള്ള പോസ്റ്റ്, അതായത് 3ാമത്തെ സിനിമ വിത്ത് DQന്റെ അനിയനായിട്ട്. ആഹാ അന്തസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ DQന്റെ പ്രൊഡക്ഷൻസിൽ വരുന്ന സിനിമ, അതും മലയാളത്തിലെ ആദ്യത്തെ ഫീമെയിൽ സൂപ്പർ ഹീറോയുടെ സിനിമ. ഈ ചോദിച്ച പോലെ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് മെമ്മറി ഓഫ് ലോക? ഓക്കെ, ഞാൻ അരുൺ ചേട്ടൻ അല്ലെങ്കിൽ ശാന്തി, ഞങ്ങളെല്ലാം ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഞാൻ 2021 അരുൺ ചേട്ടൻ ഈ ഐഡിയ ഇത് കൊണ്ടുവന്നത്. അപ്പോഴേ എനിക്കറിയാം ഇതിൻ്റെ ഒരു ബേസ്, ഇതിൻ്റെ ഒരു പ്ലോട്ട്. പക്ഷേ ഞാൻ കൺഫേം കാസ്റ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ ആസ് ഫ്രണ്ട്സ് നമുക്കറിയാം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് അരുൺ ചേട്ടൻ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പുള്ളി ഒരു പടം ചെയ്യണം, ഒരു നല്ല ക്രിയേറ്റീവ്, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഐ പേഴ്സണലി വാണ്ടഡ് ഹിം ടു മേക്ക് എ റിയലി കൂൾ ഫിലിം. ഓഫ് കോഴ്സ് എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അതിന്റെ ഭാഗമാവാൻ. പക്ഷെ ഞാൻ പറയും ചാൻസ് വയ്ക്കും, ഉറപ്പായിട്ടും ചാൻസ്. പക്ഷെ അത് അവര് പക്ഷെ കുറെ എന്താ പറയാ, ക്രൈറ്റീരിയ ഉണ്ടല്ലോ ഒരു കാസ്റ്റിംഗ് സെറ്റ് ആവാൻ വേണ്ടി. അപ്പം ഞാൻ അവസാന നിമിഷം കാസ്റ്റ് ആയത്, അല്ല ആദ്യം മുതലൊന്നും ഞാനില്ലായിരുന്നു. പക്ഷെ എനിക്ക് സ്റ്റോറി, എനിക്ക് പടം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴേ അറിയായിരുന്നു.
അപ്പം എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ പേരുടെ ഒരു സ്വപ്നം ആണ്, പിന്നെ ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, അതിന് DQ ബാക്ക് ചെയ്തു, അത് ഭയങ്കര ഹാപ്പിയാണ്. ഐ മീൻ ഇതിനൊരു സ്ട്രോങ് പ്രൊഡ്യൂസർ വേണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്കേപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിഷൻ പുള്ളിക്ക് മനസ്സിലായി. അപ്പം നമ്മളൊക്കെ പുള്ളിയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. അപ്പം വേഫെയർ കാശിനേക്കാളും ഓഫ് കോഴ്സ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്കേപ്പ്, പുതിയൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്. അപ്പം DQ അരുൺ ചേട്ടനിലും നിമിഷിലും ചാന്ദിപ്പിക്കും ഞങ്ങളെല്ലാവരും വിശ്വസിച്ച് അത് ചെയ്തു. ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. അപ്പം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ഈ ലോക എന്ന് പറയുമ്പോണ്ടല്ലോ ഒരുപാട് അഭ്യൂഹങ്ങൾ, ഒരുപാട് ക്യാമിയോടെ ഡൗട്ടുകൾ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ലോകയുടെ പാർട്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലിയും അല്ലാണ്ട് സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ ലോക റിലേറ്റഡ്? എനിക്ക് നേരത്തെ വന്നിരുന്നത് ഇത് യൂണിവേഴ്സ് ആണോ അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു. അത് കൺഫേം ചെയ്തല്ലോ അവര്. ഇത് യൂണിവേഴ്സ് ആണ്. ആ പ്രൊഡക്ഷൻ കൺഫേം ചെയ്തില്ലേ? ചെയ്തോ പ്രൊഡക്ഷൻ? അത് പിന്നെ അതിപ്പോ വരാറില്ല. ഒരു ക്യാമിയോന്റെ വരാറില്ല. അതെനിക്ക് അറിയില്ല, കാരണം ഞങ്ങള് മൂന്നുപേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാണാറുണ്ട് ഇടയ്ക്ക്. ഇപ്പൊ നമുക്ക് എവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല. അത് നമ്മളടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഡൊമിനിക് അക്കൗണ്ടിൽ പോയി ചോദിക്കുക, അല്ലെങ്കിൽ നിമിഷ് അക്കൗണ്ടിൽ പോയി ചോദിക്കുക. നമ്മൾ വിളിച്ചിട്ടൊരു കാര്യമില്ല. നിമിഷ് സൈഡിലിരിക്കണ്ടല്ലോ, സൈഡിൽ കൂടെ ചോദിക്കട്ടെ, ക്യാമിയോയെ കുറിച്ചൊക്കെ നല്ല ബോധ്യണ്ടോ? ഇല്ല, അവർക്ക് ഉണ്ടാവില്ല, അവരും ഷൂട്ട് ചെയ്തു. സത്യം കേൾക്കാത്തുള്ള എല്ലാരും ചിരിക്കുന്നു, കോ റൈറ്റർ ഉൾപ്പെടെ ഇരുന്ന് ചിരിക്കുന്നു. എന്താ ചെയ്യാല്ലേ, എല്ലാരും ഇത് തന്നെയാ ചോദിക്കുന്നത്. സത്യം പറയുന്നത് കാര്യം എന്താണെന്നറിയോ, ഇതുപോലത്തെ ഈ ക്യാമിയോസ് ഒക്കെ വരുന്ന സിനിമകളിൽ നമ്മൾ അവര് വരുന്ന ആക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവര് വളരെ സത്യസന്ധമായി 100% കൺവിൻസിംഗ് ആയിട്ട് ഇത് പറഞ്ഞിട്ട് പോകും. അവസാനം നോക്കുമ്പോ അവര് ആ ക്യാമിയോസ് ആളുമായിട്ടുള്ള ഞാൻ പറഞ്ഞത് റിവീൽ ചെയ്യാനല്ല, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത് സത്യമാണോ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മലയാളത്തിന്റെ ഒരു അവഞ്ചേഴ്സ് ആവോ ലോക, അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അല്ലെങ്കിൽ അല്ല അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ? പുതിയ അവഞ്ചേഴ്സ് വേറെ, ഇത് വേറെ, അങ്ങനെ ആവട്ടെ. ഇല്ല, അങ്ങനെ ആവട്ടെ. ഇതൊക്കെ നമ്മളുണ്ടെന്നുള്ളതാണ്. എന്തൊക്കെ വന്നാലും നമ്മളുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്ന കഥകളിൽ ചിലതില് ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടിട്ടില്ലെങ്കിലും യു ക്യാൻ ഈസിലി വാച്ച് ദി സെക്കൻഡ് വൺ അല്ലെങ്കിൽ തേർഡ് വൺ. പക്ഷെ ചിലതിൽ ഇതിൽ കണക്ഷൻസ് ഉണ്ടാവും. ലോകത്തിൽ ഏത് ടൈപ്പ് ഓഫ് മൂവിയാ? ഞങ്ങൾക്ക് ഇത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞങ്ങൾക്ക് അറിയില്ല എന്താണ്. ഇത് തന്നെ അറിയില്ല, പിന്നീട് ബാക്കിയാ. അപ്പൊ അതില് അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അതിൽ ആരൊക്കെയാണ് ചെയ്യുന്നതെന്നോ അതിനെ പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ അത് ഉത്തരം പറയാൻ അറിയില്ല. അതെ, ഇത് മൊത്തം എത്ര 5 ചാപ്റ്റർ? അതെനിക്കറിയില്ല. ഞാനെങ്ങനെ പറയാൻ, എനിക്കറിയോ? എഴുതുന്ന ആൾക്കാരോട് ചോദിക്കും, ഞാനല്ലോ എഴുതിയത്. അല്ല സീരിയസ്ലി ഞങ്ങൾക്ക് അറിയില്ല എത്ര ചാപ്റ്റർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്നോ അതിൽ പറഞ്ഞു വെക്കുന്ന ക്യാരക്ടേഴ്സ് എന്താണെന്നോ അതെങ്ങനെ കണക്ട് ചെയ്യുന്നു. ചിലപ്പോ കണക്ഷൻ ഉണ്ടാവില്ലായിരിക്കും, കാരണം നിങ്ങളുടെ അടുത്ത് പറയണ്ടല്ലേ കഥ മനസ്സിലാവാൻ. പറയണമെന്നുണ്ടോ? ഇല്ലേ? അല്ല, എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ സിനിമ ചെയ്യാനാ വന്നത്, ചെയ്ത് കഴിഞ്ഞു. അതില് ഞാൻ ഹാപ്പിയാണ്. അത് എങ്ങനെ വരുന്നുള്ളതൊന്നും ഞങ്ങൾക്ക് സത്യമായിട്ട് പറയുന്ന അറിയില്ല. ഞങ്ങളൊരു ഊഹം പറയപ്പോ ഇത്ര സിനിമ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് 10 സിനിമ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കള്ളന്മാരാവില്ലേ? ആണോ? ചന്തു സീൻ വേറെ അല്ലേ? എന്താ അല്ലേ? ഈ സച്ചിൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് നേരത്തെ ഇവിടെ ഇരുന്നപ്പോ ഒരു കുട്ടി നിന്നിട്ട് പോയില്ലേ, അവള് കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അതുപോലെ സച്ചിന് കുറെ കുഞ്ഞു ഫാൻസ് ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ. അതായത് ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞപ്പോ ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ ഈ ചെറിയ പിള്ളേർക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ. അത് ആസ് എൻ ആക്ടർ അത് വലിയ കാര്യമാണ്. കാരണം തീരെ ചെറിയ പൊട്ടി പിള്ളേർക്ക് വരെ ദേ ലൈക്ക് യു. ഈ പുറത്തിറങ്ങുമ്പോഴുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആ കുഞ്ഞു വന്ന് ഫോട്ടോ എടുത്ത പോലെ അങ്ങനത്തെ ചെറിയ പിള്ളേര് വരുമല്ലോ കണ്ട് മനസ്സിലാക്കിയിട്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ വന്ന് സംസാരിച്ച എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയില്ല? അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രേമിലും അല്ലെങ്കിൽ നെയ്മറൊക്കെ ഒത്തിരി ചെറിയ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സിനിമയാണ്.
അപ്പൊ അവരുടെ സ്നേഹം എനിക്ക് പണ്ട് മുതലേ ചെറിയ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇപ്പൊ ചെറിയ പിള്ളേർക്ക് നിങ്ങള് നേരിട്ട് അനുഭവിക്കാന്നുള്ളത് എനിക്കും ഭയങ്കര ഹാപ്പിനെസ് വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എടുത്തു പറയാൻ ഉള്ളൊരു ഇപ്പൊ ഈ പടത്തില് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ദേവൻ ചേട്ടന്റെ മകള്, കുട്ടേട്ടന്റെ മകന്റെ മകള് ഇതേപോലെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന. അപ്പൊ നേരെ വന്ന് എന്റെ മടി കയറിയിരുന്നു. അവൾക്ക് ഞങ്ങള് ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ സിനിമ പേരും അറിയില്ല. അതെ. അപ്പൊ സച്ചിൻ മാത്രല്ലേ? സച്ചിൻ കുട്ടികൾക്കല്ല കൂടുതൽ, കുറച്ചുകൂടി. ഞാൻ ഇന്നലെ ഇപ്പൊ നാളത്തെ എന്റെ ഗസ്റ്റ് ആരാന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടില് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തപ്പോ നാളത്തെ മഞ്ജുമ്മയുടെ ഗസ്റ്റ് ആരാന്നറിയോ? സച്ചിനാ എന്നാ പറഞ്ഞാല്. അതാ ഞാൻ ചോദിച്ചേ. എനിക്ക് അത് ഭയങ്കര എന്താ, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ സിനിമയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ ഏറ്റവും അടുത്ത ആളായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണല്ലോ അത്. അതെനിക്ക് ഭയങ്കര അതായിരിക്കും പെട്ടെന്നൊരു ഓർത്ത് എടുത്ത് പറയാൻ പറ്റിയത്. ഇപ്പൊ ഈ ചന്ദുവിന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ച് സിനിമകളാണെങ്കിൽ ഇത് കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ആളുകള് വന്ന് സംസാരിക്കുക. ഇതിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ആരുടെ മോനാണ് എന്താണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഇറ്റ്സ് വെരി എവിഡന്റ്. അപ്പൊ നേരത്തെ തൊട്ട് അത് ഉണ്ടാവുമായിരിക്കും. ബട്ട് സ്റ്റിൽ സിനിമ കഴിഞ്ഞ് ഇപ്പൊ ഇന്റർവ്യൂസ് കണ്ടിട്ടൊക്കെ ആണെങ്കിലും കിട്ടിയിട്ടുള്ളൊരു ഫാൻ ബേസ് ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ആളുകൾ വന്ന് എന്തെങ്കിലും പറഞ്ഞതോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട്? അതങ്ങനെ ആൾക്കാർ പറയുന്നത്. ഞാൻ ബാംഗ്ലൂര് പോയപ്പോ സമയത്ത് അവിടെ ഒരു മലയാളി, ഒരു അവിടുത്തെ ആരാണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. അപ്പൊ ഈ പെൺകുട്ടി അത് വേറൊരു ഭാഷക്കാരിയാണ്. പുള്ളിക്കാരത്തിക്ക് എന്നെ മനസ്സിലായി. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി ഞാൻ കടയിൽ ചായ പിടിച്ചോണ്ടിരിക്കുക. പുള്ളിക്കാരത്തി എന്നിട്ട് ഫോൺ എടുത്തിട്ട് മലയാളിയെ കാണിച്ചു കൊടുക്കുക. മലയാളികളെ ഭയങ്കര ചാട. ഒരു വിധത്തില് ഒരു ആക്ടറുടെ മോനാന്നൊക്കെ പറഞ്ഞു. ഏത് ആക്ടർ? ഇവൻ ഭയങ്കര മറ്റേ കുട്ടി ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ നിന്ന് ചായ പിടിച്ചോണ്ടിരിക്കല്ലേ, എന്നെ നോക്കിയിട്ടാ പറയുന്നത്. ഞാൻ കേൾക്കുന്നത് മലയാളിക്കാണെങ്കിൽ ഭയങ്കര പട്ടിപ്പുച്ചല്ല, ഭയങ്കര പുച്ഛം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആൾക്കാർ കാണുമ്പോ തമിഴ്നാട്ടിലൊക്കെ പോയ സമയത്തൊക്കെ ഹിന്ദുവിന്റെ ഓഫീസിൽ പോയപ്പോഴേക്ക് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ. How was it meeting? ഒരു തലൈവർ ഫാൻ എന്ന രീതിയിലില്ലേ? How was it meeting him personally? എനിക്കിപ്പോ സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഞാൻ സിനിമയിൽ വന്നത് എന്തിനാ? എനിക്ക് രജനീകാന്തിനെ കാണണം, കമലഹാസനെ കാണണം. ഇതായിരുന്നു എന്റെ ഏറ്റവും ലക്ഷ്യം. ഫസ്റ്റ് പടത്തിൽ തീർന്ന് പരിപാടി തീർത്ത് സെറ്റായി. ഇനിയിപ്പോ എല്ലാം ബോണസ് എന്ന് പറയില്ല അതുപോലെ. കാരണം എന്റെ ആഗ്രഹം അതായിരുന്നു, അവരുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അവരെ കാണാം എന്നൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ അത് ശരി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. ഇനി വേറെ ഒരാളെ പിടിക്കണം. നീ എന്നാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെന്റെ ഭയങ്കര ഫാൻ ബൈ മൊമെന്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര തലൈവർ ഫാനാ. അത് ആ തലൈവര് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഇന്ത്യയില് വേറെ ആരും. സലീംകുമാർ ഇപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ്, കാരണം അന്നത്തെ ചന്തുവിന്റെ ഇന്റർവ്യൂസിലൊക്കെ ചന്തു പറയുന്നുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് അച്ഛൻ കണ്ടിട്ടില്ല, അച്ഛൻ എന്തോ കാണാടാ മൂടില്ല. എന്നിട്ട് എന്താ പറഞ്ഞേ? പുള്ളിക്ക് ക്ലോസ്ട്രോഫോബിക് കുറച്ച് പ്രശ്നമായി. കുഴിയിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ടെൻഷനായി. എനിക്കുണ്ടായിരുന്നു കേട്ടോ പ്രശ്നം. ഒരുപാട് പേർക്ക് ഭയങ്കര പേടിയൊക്കെ ഉള്ള കുറച്ചു നേരത്തേക്ക് ഒരു ഭയങ്കര ആൻസൈറ്റി ഒക്കെ പോലെ. ഇപ്പൊ ഈ എത്ര സിനിമകൾ നിങ്ങൾ ചെയ്താലും ഈ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ. അതായത് എത്ര ഇന്റർവ്യൂസിൽ പറഞ്ഞാലും ഇത് സ്റ്റേസ്. അതായത് ഇറ്റ് ഹാസ് മെയ്ഡ് എ ഹിസ്റ്ററി മലയാള സിനിമയിൽ. അതിലിപ്പോ മഞ്ഞുമൽ ബോയ്സിന്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ ഇപ്പൊ ഒരു 1.5 വർഷം കഴിഞ്ഞല്ലോ. ഈ 1.5 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും ഒരു മൊമെന്റ് ചെറിഷ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ? കാണുന്നു, കമൽ സാറിനെ കാണുന്നു. തമിഴ്നാട്ടില് സത്യം സിനിമാസ് നമ്മൾ പോയത് ഞങ്ങൾ തിയേറ്ററിൽ കാണാൻ പോയി. അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ലോകം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് തമിഴ്നാട്ടില്. വീണ്ടും അപ്പൊ ഈ പറഞ്ഞ മാതിരി കേരളത്തില് മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ പ്രേമലൂര് ഇത് തന്നെയായിരുന്നില്ലേ അവസ്ഥ? ഹൈദരാബാദ് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. തമിഴൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. നമ്മ ആളുകൾ എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും, പണിയായി പോയില്ല. പറ്റണല്ലേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ അല്ലേ? ഞാൻ തമിഴില്ലല്ലോ. അല്ലെ, ഐ കുഡ് ടോട്ടലി കണക്ട്. നമുക്കാണെങ്കിലും അത്രക്കല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലെ? ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ തമിഴ്നാട്ടിലോ ഹൈദരാബാദിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ? പുറത്തു ഭയങ്കര സ്റ്റാർ അറിയില്ല. സച്ചിൻ ഫാൻസ് ഉണ്ടല്ലോ.
ഈ പറഞ്ഞ പോലെ ഈ പ്രേമിലു മാത്രമല്ല, പ്രേമിലു ഓഫ് കോഴ്സ് ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിച്ചത് പ്രേമിലു ആണ്. അതിനു മുന്നേ തന്നെ ഈ ജോയും നെയ്മറും ഇതെല്ലാം OTT പ്ലാറ്റ്ഫോം വന്നതുകൊണ്ട് അതുവഴിയും ഒരുപാട് ആൾക്കാർ അതിന് മുന്നേ തന്നെ മനസ്സിലാവുന്നവരുണ്ടായിരുന്നു. ഇത് മനസ്സിലാവുന്നവരുടെ എണ്ണം കൂടി ആഫ്റ്റർ പ്രേമിലു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഞാൻ കേട്ടിട്ടുള്ളത് നസ്ലിൻ ഒരിക്കലും സിനിമയിൽ വരണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ള ആളല്ല. ഇറ്റ് ഓൾ ഹാപ്പൻഡ് ആക്സിഡന്റലി അല്ലെ, അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പൊ സിനിമയിൽ വന്നപ്പോ ഇങ്ങനെ, അതായത് നസ്ലിൻ എന്ന് പറയുമ്പോ യു ഹാവ് എ വാല്യൂ. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഓഡിഷൻ ക്രാക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഓഡിഷന്റെ കഥ ഞാൻ ഇന്നലെയും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് കേട്ടുള്ളൂ. അതായത് നസ്ലിനെ മാത്രം ഞാൻ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. നസ്ലിനെ ഓഡീഷൻ എടുത്തത് ഞാനാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാസ്റ്റിംഗ് ഒക്കെ ചെയ്താ പുള്ളിയില്ലേ പുള്ളി. അപ്പൊ ആള് പറയണ്ടായിരുന്നു നസ്ലിനെ ഓഡീഷൻ ചെയ്തത് ഞാനാണ്. അവൻ വന്ന ചേട്ടാ ഞാൻ ചെയ്യാൻ ചേട്ടാ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ട നീ ഒന്നും ചെയ്യണ്ട. അന്നത്തെ ദിവസം ഒന്നും ചെയ്യിപ്പിച്ചില്ല. സെക്കൻഡ് റൗണ്ടിന് വേണ്ടിട്ട് മേളിലേക്ക് വിട്ടു. അവിടെ സീൻ തന്നിട്ട് അത് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അവര് വിളിക്കാന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ ഒരു ചാലക്കുടിയിൽ ഒരു 10-30 പിള്ളേരെ ഓഡിഷൻ ചെയ്തിട്ട് 14 പേരോ 10-20 പേരെന്തോ ഓഡിഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്താണ് ഓഡിഷൻ. അപ്പോഴും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടും ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു 7 പേരെ സെലക്ട് ചെയ്തിട്ട് എന്നിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ തണ്ണീർമത്തനൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോഴേ നസ്ലിൻ എന്ന് പറയുന്ന ആക്ടറിന് ദർ ഇസ് എ സ്റ്റാർ വാല്യൂ. നിങ്ങളുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടല്ലോ. ഇത് ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്, അതായത് ഹൗ ഡു യു ഫീൽ അത് ആലോചിക്കുമ്പോൾ? ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ ആണ്. ഇതുവരെ എത്തിയതിലും ഇവിടെ വരെ എത്താൻ സഹായിച്ച എല്ലാവരോടും തന്നെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിക്കോട്ടെ, എന്നെ കാസ്റ്റ് ചെയ്യാൻ തോന്നിച്ച എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. ഈ പറഞ്ഞ പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ എത്തിയത് കൊണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ബോണസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് കേട്ട സാധനങ്ങളൊക്കെ മാറി ടീസർ വന്നപ്പോ നമ്മൾ തന്നെ ആദ്യം പറഞ്ഞില്ലേ, അതിന്റെ ഒരു ലെവല് മാറിയല്ലോ, പ്രതീക്ഷ മാറിയല്ലോ. അതായത് ഇപ്പൊ മിക്കവാറും ആളുകൾ ഇറങ്ങുമ്പോ തന്നെ പോയി കാണണം എന്നുള്ള ഒരു ഫീൽ ഇരിക്കുക. ഇതിന്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടോ? ദൈവമേ ഹൈപ്പ് കൂടി വരികയാണല്ലോ, എക്സ്പെക്ടേഷൻ കൂടി വരികയാണല്ലോ. ടീച്ചർ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ടീച്ചർ ഇറങ്ങിയ ശേഷം അതൊക്കെ ഒറ്റ അഭിപ്രായമായി. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു താല്പര്യമില്ലാത്ത പോലെയൊക്കെ ഇത് ചെയ്യായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് കുറച്ച് ഹെയ്റ്റും പരിപാടിയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ ടീച്ചർ ഇറങ്ങിയപ്പോ ആൾക്കാരൊക്കെ ഓക്കെ ആയത് കൊള്ളാം, കാണാൻ പോവാന്നുള്ളൊരു തോന്നലൊക്കെ ആൾക്കാരുടെ ഇത് ചെയ്യുന്നുണ്ട്. അത് എടുത്തുകാരി മാത്രമല്ല, അതായത് ഞാൻ കുറെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഉണ്ട് യൂട്യൂബില്. വേറെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഹിന്ദി അവിടെ നിന്നൊക്കെ തമിഴ് ടീച്ചർ അടിക്കുമ്പോ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് അതെല്ലാരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരേ കമന്റുകളാണ്. എന്റെ വിഷ്വൽസ്, എടുത്തേക്കുന്ന ക്വാളിറ്റി ഭയങ്കര രസമുണ്ട് കാണാൻ. ദുൽഖർ സൽമാൻ പേരും അതിന് വലിയൊരു കാരണമാണ്. അയാൾക്കൊരു പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടല്ലോ. അപ്പൊ അത് പുള്ളി ഉണ്ടാക്കിയ ഒരു ഇതും അതിനൊരു വലിയ ഘടകം തന്നെയാണ് ഈ സിനിമ ഇത്ര ആളുകളിലേക്ക് എത്തുന്നത്. ഈ റിവ്യൂസ് ഒക്കെ ബാധിക്കാറുണ്ടോ? ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ, കാരണം നേരത്തെ പോലെ അല്ലല്ലോ, നേരത്തെ ആളുകൾ നേരിട്ട് പറയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയും. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, ഇപ്പൊ ഫസ്റ്റ് ചെയ്തിട്ട് റിവ്യൂസ് അല്ലേ. റിവ്യൂസ് നമ്മൾ കാണാറുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് ഓരോരുത്തർ അയച്ചു തരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാറുണ്ട്. അല്ലാതെ റിവ്യൂസ് അങ്ങനെ ഒരിക്കലും അതിന്റെ ഫൈനൽ റിസൾട്ടിനെ ബാധിക്കുമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ റിവ്യൂസ് തന്നെയാണ് നമ്മൾ പോസിറ്റീവായിട്ടും, ഒരാളൊരു പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ എടുത്തിട്ട് പ്രൊമോഷൻ ഉപയോഗിക്കുന്നത്. അയാളെ നെഗറ്റീവ് പറയുമ്പോൾ അയാളെ പറയേണ്ട ആവശ്യമില്ല. അയാൾ പോസിറ്റീവ് പറയുമ്പോൾ മാത്രം നല്ലതും, മോശം പറയുമ്പോൾ മോശക്കാരനാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അയാളുടെ അഭിപ്രായം പറഞ്ഞു, അത് അങ്ങനെ കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. എന്തായാലും സിനിമ സിമ്പിൾ അല്ല എന്നുള്ള ടീച്ചർ കണ്ടപ്പോൾ മനസ്സിലായി. സിനിമ കിഡിലനായിട്ട് വരട്ടെ. ഓണം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന, അതായത് തിയേറ്ററിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആട്ടെ. വിൽ വെയിറ്റ് ഫോർ ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.